നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സാർ, കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കാനല്ല സാർ, കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനാണ് സാർ ഈ സർക്കാർ. നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ട്രോളി ആളാകാൻ മന്ത്രി വീണ ജോർജ് അടിച്ച ഡയലോഗായിരുന്നു ഇത്. അന്ന് അന്തം കമ്മി സോഷ്യൽ മീഡിയ പേജുകൾ ഇതെടുത്തു വെച്ച് സഖാവിട മാങ്ങാണ്ടിയുടെ അണ്ണാക്കിലെ പിരിവെട്ടിച്ച പെണ്ണൊരുത്തിയെന്നൊക്കെ കുറിച്ച് BGM ഇട്ട് വീഡിയോ വൈറലാക്കി. അതേ പെണ്ണൊരുത്തിയുടെ തീയും പുകയും കെടുത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കളത്തിലിറങ്ങി. ആരോഗ്യ വകുപ്പിന്റെ കപ്പൽ മുക്കിയ വീണ ജോർജിനെ പൊളിച്ചടുക്കിയിരിക്കുകയാണ്. പാലക്കാട് സർക്കാർ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തി ഡോക്ടർമാരുടെ അനാസ്ഥയിൽ കൈമുറിച്ചു മാറ്റേണ്ടി വന്ന 4ാം ക്ലാസ്സുകാരിയുടെ ശബ്ദമായി രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ ഒരു പോസ്റ്റ് പങ്കുവച്ചു. മിനിറ്റുകൾക്കുള്ളിൽ സംഭവം വൻ ചർച്ചയായി മാറി. വീണ ജോർജ് ഒരു മറുപടിയും പറയാനില്ലാതെ അണ്ണാക്കിലെ പിരിവെട്ടി ഇറങ്ങിയോടി. ആളാകാൻ പട്ടിഷോ കാണിക്കുന്ന പോലെയല്ല സഖാത്തി വകുപ്പ് കൈകാര്യം ചെയ്യൽ, അത് കുറച്ച് പാടാണ്. രാഹുലിന്റെ പോസ്റ്റിന് താഴെ വീണ ജോർജിനെ കുടഞ്ഞെറിഞ്ഞ് മലയാളി കമന്റ് ഇട്ട് പൊളിച്ചടുക്കുകയാണ്. സാർ, കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനാണ് സാർ ഈ സർക്കാർ എന്ന് നിയമസഭയിൽ വലിയ ഗീർവാണമടിച്ച ആരോഗ്യമന്ത്രി 4ാം ക്ലാസ്സുകാരിയുടെ കൈമുറിച്ച സംഭവത്തിൽ എന്താണ് ഒരക്ഷരം മിണ്ടാതെ അങ്ങ് ഒതുങ്ങിക്കൂടുന്നത്? രാഹുലിന്റെ കുറിപ്പ് നമുക്കൊന്ന് നോക്കാം. ശ്രീമതി വീണ ജോർജ്, പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം സംഭവിച്ചു എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ. അടുത്ത നിമിഷം താങ്കൾ പാലക്കാടെത്തി അത് സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും താങ്കളുടെയും നേട്ടങ്ങളുടെ പട്ടികയിലെ അടുത്ത പൊൻതൂവലായി ചിത്രീകരിക്കാൻ ആവശ്യമായ എല്ലാ ശ്രമങ്ങളും താങ്കൾ നടത്തില്ലേ? ആ നേട്ടത്തിന് കാരണക്കാരായ ആരോഗ്യ മേഖലയിലെ ഏതെങ്കിലും ജീവനക്കാർക്ക് എന്തെങ്കിലും പ്രസക്തിയോ പ്രാധാന്യമോ നിങ്ങൾ നൽകുമോ? അത്രയും അല്പത്തരങ്ങളുടെ ആൾ രൂപമായ ഈ സർക്കാർ എന്തുകൊണ്ടാണ് ആരോഗ്യ വകുപ്പിലെ നിരന്തര വീഴ്ചകളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാത്തത്? എന്തുകൊണ്ടാണ് കപ്പിത്താനും അങ്ങയെപ്പോലെയുള്ള കപ്പിത്താൻ സ്തുതിഗീതകരും ഉണ്ടായിട്ടും ആരോഗ്യ മേഖലയുടെ പോരായ്മകൾക്ക് മാത്രം നാഥനില്ലാതെ പോകുന്നത്? കൈയൊടിഞ്ഞ് ചികിത്സയ്ക്കെത്തിയ 8 വയസ്സ് മാത്രം പ്രായമായ കുഞ്ഞ് മയക്കം കഴിഞ്ഞുണരുമ്പോൾ എൻ്റെ കൈ എവിടെ അമ്മേ എന്ന് ചോദിക്കേണ്ടി വരുന്നത് അങ്ങയുടെ വകുപ്പിന്റെ കഴിവുകേട് കൊണ്ട് മാത്രമാണ്. ആ കുഞ്ഞിന്റെയും ആ കുടുംബത്തിന്റെയും ഇനിയുള്ള കാലത്തെ ദുരിതങ്ങളുടെ എല്ലാം കാരണക്കാർ നിങ്ങൾ മാത്രമല്ലേ? ആ കുഞ്ഞും കുടുംബവും അനുഭവിക്കാൻ പോകുന്ന ട്രോമയ്ക്ക് താങ്കളുടെ പക്കൽ പ്രതിവിധിയുണ്ടോ? കൈയൊടിഞ്ഞതിന് ചികിത്സയ്ക്ക് വരുന്നവരുടെ കൈ മുറിച്ചു മാറ്റുന്ന പിടിപ്പുകേടിന് അശ്രദ്ധയെന്നാണോ ക്രൈം എന്നാണോ പറയേണ്ടത്? അങ്ങനെ തുടർച്ചയായി ഭീതിജനകമായ വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ സാധാരണ മനുഷ്യർ എങ്ങനെ വിശ്വസിച്ച് ആശുപത്രികളിലെത്തും? കഴിഞ്ഞ ദിവസം കരൂരിൽ ഒരു ദുരന്തമുണ്ടായപ്പോൾ വേണമെങ്കിൽ ഒരു വിദഗ്ധ സംഘത്തിനെ തമിഴ്നാട്ടിലേക്ക് അയക്കാമെന്ന് താങ്കൾ പറഞ്ഞിരുന്നു. മിനിസ്റ്റർ, സത്യത്തിൽ കൂടുതൽ ആളുകൾ വേണം. അത് തമിഴ്നാട്ടിലല്ല, പാലക്കാട് ജില്ലാ ആശുപത്രി അടക്കമുള്ള കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലാണ്. ഞാൻ MLA ആയതിനു ശേഷം എത്ര തവണ നേരിട്ടും കത്തുകൾ വഴിയും പാലക്കാട് ജില്ലാ ആശുപത്രിയുമായി ബന്ധപ്പെട്ടുള്ള പോരായ്മകൾ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അതിലെ താങ്കളുടെ വകുപ്പിന്റെ ഇടപെടലുകൾ പൂർണ്ണമാണോ? പാലക്കാട് ജില്ലാ ആശുപത്രി പോലെ പല പ്രദേശത്തുള്ള മനുഷ്യർ ആശ്രയിക്കുന്ന ആശുപത്രിയിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലായി ഡോക്ടർമാരുടെ അടക്കം ഒഴിവ് നികത്തണമെന്ന് പറഞ്ഞ് ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ അടക്കമുള്ളവർ തന്ന നിവേദനങ്ങൾ അവഗണനയുടെ ചവറ്റുകൊട്ടയിൽ തന്നെയല്ലേ ഉള്ളത് മിനിസ്റ്റർ? ആരോഗ്യവകുപ്പിന്റെ നിരന്തര അനാരോഗ്യം പരിഹരിക്കാതെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ജനമാണ് ദുരിതത്തിലാകുന്നത് എന്ന് മന്ത്രി മറക്കരുത്. കപ്പൽ ഉലഞ്ഞാലും ഇല്ലെങ്കിലും ജനത്തിന്റെ ആരോഗ്യമാകെ ഉലയുന്നുണ്ട്. ഇതായിരുന്നു രാഹുൽ കുറിച്ചത്. ഈ അടുത്ത കാലത്ത് ആളാകാൻ വേണ്ടി മന്ത്രി വീണ ജോർജ് പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും നല്ല ഒന്നാം തരം തിരിച്ചടിയാണ് രാഹുൽ കൊടുത്തിരിക്കുന്നത്. സാർ, കേരളത്തിലെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനാണ് സാർ സർക്കാർ ശ്രമിക്കുന്നത് എന്ന് വീണ ജോർജ് നിയമസഭയിലാണ് പറഞ്ഞത്. ആ പറഞ്ഞ നിങ്ങളുടെ ആ വാക്ക് വെറും വാക്ക് മാത്രമായിരുന്നില്ലേ? അത് പാലക്കാട് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. കൈ ഒടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ട ഒരു കുഞ്ഞിനാണ് കൈ മുറിച്ചു മാറ്റേണ്ട ഗതികേട് വന്നിരിക്കുന്നത്. നിസാര വിഷയമാണോ ഇത്? ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇതെല്ലാം വലിയ കെടുകാര്യസ്ഥതയാണ്, ഇതിൽ മാറ്റം വരണമെന്ന് ആരെങ്കിലും പറഞ്ഞു പോയാൽ ഉടനെ ഒറ്റപ്പെട്ട സംഭവമാണ്, വലിയ പർവ്വതീകരിച്ച് കാണിച്ച് ആരോഗ്യ മേഖലയെ തകർക്കാൻ ശ്രമിക്കുന്നു, നമ്പർ 1 ആരോഗ്യ കേരളത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ഒരു കൂട്ടർ നടത്തുന്നത് എന്നൊക്കെയുള്ള മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറഞ്ഞ് വായടപ്പിക്കാൻ വരികയല്ലേ നിങ്ങൾ ചെയ്യുന്നത്? എന്നാൽ അങ്ങനെ വായടക്കില്ല മലയാളികൾ. ഇത്തരത്തിൽ സർക്കാർ ആശുപത്രികളിൽ ഉണ്ടാകുന്ന പിഴവുകൾ അത് നികത്താൻ, അത് ഇല്ലാതാക്കാൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല? ആ കസേരയിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ പിന്നെ എന്ത് പണിയാണ് അവിടെ ചെയ്യുന്നത്?
രാഹുൽ തന്നെ പറഞ്ഞതുപോലെ കരൂരിൽ വലിയൊരു ദുരന്തമുണ്ടായപ്പോൾ ഉടനെ ഇവിടെ നിന്ന് ആളെ അയക്കാമെന്ന് നിങ്ങൾ വലിയ പ്രഹസനം നടത്തി പറഞ്ഞല്ലോ. അന്ന് മലയാളികൾ നിങ്ങൾക്ക് മറുപടി തന്നതാണ്. ഇവിടെ ദുരിതം അനുഭവിക്കുന്ന രോഗികൾക്ക് ഒരു ആശ്വാസം ഉണ്ടാക്കി കൊടുക്കുക, എന്നിട്ട് വേണം അങ്ങ് തമിഴ്നാട്ടിലേക്ക് തലയിടാൻ പോകാൻ. തമിഴ്നാട്ടിൽ മികച്ച ആരോഗ്യ സംവിധാനമുണ്ട്. അവിടുത്തെ കാര്യം നോക്കാൻ ഒരു പിടിപ്പുള്ള സർക്കാരുണ്ട്. എന്നാൽ ഇവിടെയോ കുത്തഴിഞ്ഞു കിടക്കുകയാണ് ആരോഗ്യ മേഖല. എന്നിട്ടാണ് തൊട്ടടുത്ത് തമിഴ്നാട്ടിലോട്ട് ഞങ്ങൾ സഹായം നൽകാമെന്ന് ആരോഗ്യമന്ത്രി പറയുന്നത്. അന്ന് മലയാളി കൊടുത്ത മറ്റൊരു മറുപടിയുണ്ട്. ഒരു ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് വന്ന രോഗിയുടെ നെഞ്ചിൽ ഒരു കേബിൾ വയർ കുടുങ്ങിയിരിക്കുകയാണ്, ആദ്യം നിങ്ങൾ അതൊന്ന് എടുത്തു കൊടുക്കുക, എന്നിട്ട് തമിഴ്നാട്ടിലുള്ളവരെ സംരക്ഷിക്കാൻ പോകൂവെന്ന്. ഇത്തരത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ സകലമാന തള്ളുകൾക്കുള്ള മറുപടിയും ഇടയ്ക്കിടെ മലയാളി കൊടുക്കുന്നതാണ്. ഈ വിഷയത്തിൽ, പാലക്കാട് നടന്ന ഈ വിഷയത്തിൽ എന്തുകൊണ്ട് ആരോഗ്യമന്ത്രി കൃത്യമായ മറുപടി പറയുന്നില്ല? അത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. പാലക്കാട് നടന്ന ഗുരുതര പിഴവിൽ ഒരക്ഷരം മിണ്ടാതെ തടി തപ്പാൻ നോക്കിയാൽ ആരോഗ്യമന്ത്രി നല്ല ഒന്നാന്തരം അടിയിരുന്ന് മേടിക്കും. അങ്ങനെ തടി തപ്പാൻ നോക്കിയിട്ടും ഒത്തില്ല. രാഹുലിന്റെ ഇടപെടലോടെ സഗാത്തി ഇപ്പോൾ മുൾമുനയിലാണ്. മാധ്യമങ്ങൾ ചോദ്യം ചോദിച്ച് വളയാതിരിക്കാൻ പെടാപ്പാട് പെടുകയാണ്. മുൻപ് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ ഒരു വീട്ടമ്മ മരിച്ചപ്പോൾ മറുപടി പറയാനില്ലാതെ തലകറങ്ങി വീണതുപോലെ ഇവിടെയും എന്തെങ്കിലും ഒരു നാടകം സഗാത്തി പുറത്തെടുക്കുമെന്ന് പരിഹാസം വരുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭം കലക്കിയെന്ന് സഭയിൽ പറയാതെ പറഞ്ഞു വെച്ചത് വീണ ജോർജ് ആയിരുന്നു. പിന്നാലെ രാഹുൽ അനുകൂല സൈബർ ഗ്രൂപ്പ് വീണ ജോർജിനെതിരെ രംഗത്ത് വന്നിരുന്നു, എയറിൽ കയറ്റുകയും ചെയ്തു. ഗർഭം കലക്കിയതിന് എന്താണ് തെളിവ് എന്ന് ചോദിച്ചു. അതോ സഗാത്തി നേരിട്ട് കണ്ടിരുന്നോ രാഹുൽ ഒരു പെൺകുട്ടിക്ക് ഗർഭം ഉണ്ടാക്കുന്നത് എന്നുള്ള ചോദ്യവും വന്നു. നിങ്ങളുടെ ക്രൈംബ്രാഞ്ച് അല്ലേ അന്വേഷിക്കുന്നത്, എത്ര ഗർഭം കലക്കിയതിന്റെ തെളിവ് കിട്ടിയെന്നും വീണയ്ക്ക് നേരെ ചോദ്യം ഉയർത്തിയിരുന്നു. രാഹുലിനെ എങ്ങനെയും കുടുക്കാൻ ഗർഭമുണ്ടോ എന്ന് ചോദിച്ചു നടക്കുന്ന ക്രൈംബ്രാഞ്ചിന്റെ ഗതികേടെന്നല്ലാതെ എന്തു പറയാനാണെന്നും രാഹുൽ ഗ്രൂപ്പ് മറുപടി കൊടുത്തതാണ്. അന്ന് രാഹുൽ അനുകൂല സൈബർ ഗ്രൂപ്പുകൾ ഓങ്ങി വെച്ചതാണ് വീണ ജോർജിനിട്ട് പൊട്ടിക്കാൻ. കൃത്യം പോലെ ഇപ്പോൾ കയ്യിൽ കിട്ടി. ഈ രാഹുലിന്റെ സൈബർ ഗ്രൂപ്പുകൾ എല്ലാവരും ഇപ്പോൾ വീണ ജോർജിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. രാഹുൽ പങ്കുവച്ച പോസ്റ്റിന് താഴെ വീണ ജോർജിനുള്ള ഒന്നാന്തരം മറുപടികളുമുണ്ട്. ആ കമന്റുകൾ കൂടി നമുക്കൊന്ന് നോക്കാം. കേരളം ഇതുവരെ കണ്ട ആരോഗ്യമന്ത്രിമാരിൽ ഏറ്റവും മോശപ്പെട്ടതും വാ തുറന്നാൽ കള്ളവും തള്ളലും മാത്രം പറയുന്നതും ഈ വീണ ജോർജ് മാത്രമാണ്. ആരോഗ്യ മേഖലയിൽ എത്ര വീഴ്ചകൾ ഉണ്ടായാലും ഒരു കൂസലുമില്ലാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പച്ചക്കള്ളങ്ങൾ പച്ചയ്ക്ക് വിളമ്പുന്നത് സ്ഥിരം പരിപാടിയാക്കിയ ഒരു മന്ത്രിയാണ് ഇവർ. ആകെ അറിയുന്നത് മണിയടിയാണ്. അങ്ങനെ കിട്ടി മന്ത്രിസ്ഥാനം. എങ്ങനെയെങ്കിലും കുറച്ച് മാസങ്ങൾ കൂടി തള്ളി നീക്കണം, അത്രയേ ഉള്ളൂ. ഈ സ്ത്രീ സർക്കാരിനെ പൊക്കി പറയാൻ മാത്രം ഓടി നടക്കുന്ന ഒരു പിണറായി ഭക്തയാണ്. ജനങ്ങൾക്ക് എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാൻ ഈ സ്ത്രീക്ക് താല്പര്യമില്ല എന്നാണ് ഒരാൾ കുറിച്ചിരിക്കുന്നത്. കപ്പലിന്റെ അടിഭാഗത്ത് വീണുകൊണ്ടിരിക്കുന്ന വിള്ളലുകളും അതിലൂടെ കപ്പലിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിന്റെ അളവും ഗൗനിക്കാതെ ഈ സർക്കാർ എന്ന കപ്പൽ താഴ്ന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. കപ്പിത്താൻ പുകഴ്ത്തലുകളിൽ മയങ്ങിക്കിടക്കുകയാണ്. ഇനി ആയുസില്ല, ഉടൻ മുങ്ങും. ഇതുപോലെ ഒരു ദുരന്തമായ ആരോഗ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിട്ടില്ല. സർക്കാർ ആശുപത്രികളിൽ പോകുമ്പോൾ കൈയും കാലും എല്ലാം ഒരു ഫോട്ടോ എടുത്തു വെക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ തിരിച്ചു പോരുമ്പോൾ വന്നപ്പോൾ ഉണ്ടായിരുന്നില്ല എന്ന് വരെ പറഞ്ഞു കളയും. കപ്പലിന്റെ ക്യാപ്റ്റൻ ആണെങ്കിൽ സഗാത്തികളെ സ്തുതിപാഠകരായി എല്ലായിടത്തേക്കും ഇറക്കി വിട്ടിരിക്കുകയുമാണ്. ഞാനും അപ്പനും അപ്പന്റെ പെങ്ങൾ സുഭദ്രയും എന്ന് പറയുന്നത് പോലെ വിജയനും റിയാസും വീണയും അടങ്ങുന്ന ട്രസ്റ്റിനാണ് ഭരണ ചുമതലയുള്ളത്. അതുകൊണ്ട് മുങ്ങും ഉറപ്പാണ്. ഈ മന്ത്രി ക്രെഡിറ്റ് മാത്രമേ എടുക്കൂ, ഡെബിറ്റ് എടുക്കില്ല. വീണ് കിട്ടുന്നത് എടുക്കും, അത് മാത്രമേ എടുക്കൂ. അത് കുഞ്ഞുനാളിലെ മാതാപിതാക്കൾക്ക് മനസ്സിലായതുകൊണ്ടാണ് വീണ എന്ന് പേര് വെച്ചത് എന്നാണ് ഐതിഹ്യം. അല്ല പിന്നെ ഈ മന്ത്രിപ്പണി പോലും വീണ് കിട്ടിയതാണ് എന്നത് പിന്നണിയിലെ ഒരു വസ്തുത. രാഹുൽ, നിങ്ങൾ പറയാനുള്ളത് മുഖം നോക്കി തന്നെ പറയുക. നിങ്ങൾക്കൊപ്പം ജനങ്ങൾ ഉണ്ടാകും എന്നൊക്കെ ചിലർ കുറിപ്പുകൾ പങ്കുവച്ചിട്ടുണ്ട്. കപ്പിത്താൻ ഓടി രക്ഷപ്പെട്ട കപ്പൽ മറിഞ്ഞു പോകാതിരിക്കാൻ തള്ളി പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെയുള്ള കുനിഷ്ട് ചോദ്യങ്ങൾ ചോദിക്കരുത്, അത് ഫൗളാണ് എന്ന് ഒരാൾ ട്രോളിക്കൊണ്ട് കുറിച്ചിരിക്കുന്നത്. ഇതൊരു രാഷ്ട്രീയപരമായ വിഷയമല്ല, തികച്ചും അനാസ്ഥയാണ്. ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ മനുഷ്യന് തീരെ വില കൽപ്പിക്കാത്ത കാര്യങ്ങളാണ് നടക്കുന്നത്. അതിന്റെ ഉദാഹരണങ്ങളാണ് നമ്മുടെ മുന്നിൽ ഇത്തരം കേസുകൾ. ഒന്നല്ല, ഡസൻ കണക്കിന് കേസുകളാണ് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്നത്. ആരോഗ്യമന്ത്രിയുടെ ന്യായീകരണവും സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും നമ്മൾ കാണാതെ പോകരുത്. പണമുണ്ടായിരുന്നുവെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയാൽ ആ കുട്ടിയുടെ കൈ മുറിക്കേണ്ടി വരില്ലായിരുന്നു.
ഇതുപോലെ കൃത്യമായി ചികിത്സ ലഭിക്കാത്തതിന്റെ പേരിൽ അപകടത്തിൽപ്പെട്ട യുവാവിന്റെ കാല് മുറിച്ച വാർത്ത ഈ അടുത്ത് കേൾക്കാനിടയായി. ഇതിൽ കൃത്യമായ നടപടിയാണ് ഉണ്ടാകേണ്ടത് എന്ന് ഒരാൾ കുറിച്ചിട്ടുണ്ട്. ഇതിൽ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമന്റ് ഉണ്ടായിരുന്നു. അതായത് അനൂപ് എന്ന് പറഞ്ഞ ഒരാൾ പങ്കുവച്ചിരിക്കുന്ന കമന്റാണ്. അത് ഏറ്റവും റെലവന്റ് ആയി തോന്നിയത് കൊണ്ടാണ് അതുകൂടി നമുക്കൊന്ന് നോക്കാം. ആ അമ്മയുടെ ദയനീയമായ മുഖം കാണുമ്പോൾ ഒരുപാട് വേദനയുണ്ട്. രക്ഷപ്പെടുത്താൻ പറ്റുമായിരുന്ന സ്വന്തം കുഞ്ഞിന്റെ കൈ കൺമുന്നിൽ നഷ്ടപ്പെട്ടല്ലോ എന്നത് കണ്ണുകളിൽ വായിക്കാം. വലിയ ഒരു അപകടം പറ്റിയതല്ല, രോഗം വന്നതല്ല, സാധു മനുഷ്യരോടുള്ള അവഗണനയുടെ തിക്തഫലമാണിത്. കൈ സുരക്ഷിതമാക്കാൻ എത്തിയ ആശുപത്രിയിലും അവർ കണ്ണിൽ ചോരയില്ലാതെ കൈ അറുത്തുമാറ്റി. ഡോക്ടർമാർ തീവ്രവാദികളെ പോലെ ആകരുത്, മദർ തെരേസയെ പോലെ ആകണം. അല്ലാത്തവർ ഈ മേഖലയിൽ സാമ്പത്തിക ആവശ്യപ്രകാരം മാത്രം വരുന്നവരാണ്. കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ മുറിച്ചു മാറ്റുക അവർക്ക് നിസ്സാരമാണ്. റിസ്ക് എടുത്ത് രക്ഷപ്പെടുത്താൻ അവർക്ക് സമയമില്ല. കാരണം ഡോക്ടേഴ്സിന്റെ എണ്ണം കുറവാണ്, തിരക്ക് കൂടുതലും. മുൻപ് പിതൃസുഹൃത്തിനെ പ്രമേഹം ബാധിച്ച് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ എത്തിച്ചപ്പോൾ കാല് മുറിച്ചു മാറ്റാൻ പറഞ്ഞു. ഇല്ലെങ്കിൽ 2 ദിവസത്തിനകം മരിക്കുമെന്നും പറഞ്ഞു. കാലിന് പകരം തലയെടുത്തോളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം തിരിച്ച് വീട്ടിലെത്തി. ഒരു ചികിത്സയും ദേഷ്യത്താൽ അദ്ദേഹം ചെയ്തില്ല. 4 വർഷത്തിന് ശേഷം മറ്റൊരു അസുഖം മൂലമാണ് അദ്ദേഹം മരിക്കുന്നത്. മെഡിക്കൽ കോളേജിൽ നിന്നും സ്വകാര്യ ആശുപത്രികളിൽ നിന്നും മുറിച്ചു മാറ്റാൻ പറഞ്ഞ കാലും കൈയുമാണ് കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊടുക്കുന്നത്. ഇപ്പോൾ ആന്ധ്രയിൽ നിന്ന് വന്ന രാംദാസ് നായക് എന്ന ഡോക്ടർ കോഴിക്കോട് ഇത്തരം ആയിരങ്ങളുടെ കാലും കൈയും രക്ഷപ്പെടുത്തുന്നു. മലയാളി ഡോക്ടർമാർക്ക് എന്താ മനുഷ്യരുടെ കാലും കൈയും അറുത്തു മാറ്റാൻ കൈവിറക്കാത്തത്? മനുഷ്യത്വം മരവിച്ചു പോകുകയാണോ? 6 മാസം മുൻപ് 21 വയസ്സുകാരന്റെ കാല് മുറിച്ചു മാറ്റിയത് അച്ഛനും അമ്മയും ഹൃദയം പൊട്ടിയാണ് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ അത് നടത്തിയത് എന്ന് കണ്ടു. 5 മണിക്ക് പറ്റിയ പരിക്ക് അവർക്ക് വിശദമായി നോക്കാൻ വരെ സമയം കിട്ടിയത് രാത്രി 9-നാണ്. സർജറി ചെയ്യാൻ നോക്കുമ്പോൾ അവിടെയും ആളില്ലാതെ തിക്കും തിരക്കും. പറഞ്ഞിട്ട് കാര്യമില്ല, അത്രയും സീരിയസ് ആയി രോഗികളെ കൊണ്ട് നിറയുകയാണ് മെഡിക്കൽ കോളേജുകൾ, പ്രത്യേകിച്ചും കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്. ഡോക്ടേഴ്സ് തളർന്നു വീഴുകയാണ് പണിയെടുത്ത്. കോയമ്പത്തൂര് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടെ BP കുറഞ്ഞ് പെട്ടെന്ന് തന്നെ കാല് മുറിച്ചു മാറ്റുകയാണ് ഉണ്ടായത്. എത്തിച്ച സമയത്ത് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഡോക്ടറോട് ചോദിച്ചപ്പോൾ തല പോയവർ അവിടെ കിടക്കുന്നു എന്നാണ് നിസാരവൽക്കരിച്ചുകൊണ്ട് പറയുന്നത്. കാല് പോയാൽ എന്താ, അവരുടെ ജീവൻ തിരികെ കിട്ടുന്നില്ലേ? ഇത് കാലല്ലേ പോകൂ എന്നൊക്കെയാണ് ഡോക്ടർമാർ പോലും പറയുന്നത്. ആ ലേഡി ഡോക്ടറും കരഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. അവരുടെ ഗതികേട് കൊണ്ടാകാം. ആരും പുറത്തു പറയാതെ ഉള്ളിലമർത്തുന്ന എത്രയെത്ര സംഭവങ്ങൾ ഇതുപോലെയുണ്ട്. ഒരു നഖം പറഞ്ഞു പോയാൽ നമ്മുടെ അവസ്ഥ എന്താണ്? പ്രിയ ഡോക്ടർമാരെ, നിങ്ങളോടുള്ള ഒരു വിദ്വേഷവും കൊണ്ട് പറയുന്നതല്ല, കാണുമ്പോഴുള്ള വേദന കൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. ഇത്തരം വേദനകൾ ഇനി ഉണ്ടാകാതിരിക്കട്ടെ. കുട്ടികൾക്ക് പോലും ആരോഗ്യ പരിരക്ഷ ലഭിക്കുന്നില്ല എന്നത് ഒരു നാടിൻ്റെ ദുരന്തമായി തന്നെ അത് മാറുന്നതിന് തുല്യമാണ്. ഇത്തരം ക്രൂരതകൾക്ക് കടുത്ത ശിക്ഷ നൽകാത്ത പക്ഷം ജനം നിയമം കയ്യിലെടുക്കുന്ന കാലം വിദൂരമല്ല. കോടതികൾ നേരിട്ടിടപെടണം എന്നാണ് അനൂപ് കുറിച്ചിരിക്കുന്നത്. അയാൾ നേരിട്ട് കണ്ടതും കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ വെച്ച് അറിഞ്ഞിട്ടുള്ളതുമായ കാര്യങ്ങളൊക്കെയാണ് ആ കമന്റിൽ കുറിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ദുരവസ്ഥകൾ ഒരുപാട് പേർ ഈ കമന്റിന് താഴെ പങ്കുവയ്ക്കുന്നുണ്ട്. ഉടനെ ഇടതുപക്ഷത്തുകാർ അതിനെ ന്യായീകരിക്കുന്നത് ഇതെല്ലാം രാഹുലിന്റെ സൈബർ ഗ്രൂപ്പുകാരാണ് വന്ന് കമന്റ് ഇടുന്നത് എന്നാണ്. എന്നാൽ ആ കമന്റുകൾ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാകും സാധാരണക്കാരൊക്കെയാണ് അതിൽ പ്രതികരിക്കുന്നത്. ഈ രീതിയിലെങ്കിലും അവർ പ്രതികരിക്കുകയാണ് മാറ്റം ഉണ്ടാകാൻ വേണ്ടി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.